ഇവരുടെ എല്ലാം ചർമ്മശക്തി അപാരം എന്ന് പറയൽ മാത്രമേ നിവൃത്തിയുള്ളൂ. 16 ലക്ഷം കോടി ഉറുപ്പിക 11 കൊല്ലക്കാലം കൊണ്ട് വൻകിടക്കാർ അദാനിയും അതുപോലെ തന്നെ അംബാനിയും അടക്കമുള്ളവരുടെ കടം എഴുതിത്തള്ളിയ ആളാണ് ജയസൂര്യൻ്റെ പാർട്ടി. അവരാ ഈ പറയുന്ന മുതലാളി വിരുദ്ധം. ഈ രാജ്യത്തിനകത്ത് അദാനി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ സുഹൃത്തുണ്ടല്ലോ, അദ്ദേഹത്തിന് അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ ഒരൊറ്റ തുറമുഖമില്ല. ഇപ്പം 24 തുറമുഖം അദ്ദേഹത്തിൻ്റെതാണ്. ആരാ കൊടുത്തിരിക്കുന്നത്? ഈ കേരളത്തിലെ തിരുവനന്തപുരം എയർപോർട്ട് അദാനി കൊടുത്തിരിക്കുന്ന ആരാ? BJP അല്ലേ? എന്നിട്ട് അവർ പറയാണ് ഞങ്ങൾ മുതലാളി വിരുദ്ധം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, BJPയും കോൺഗ്രസും ഇവരിന്ന് കോടികൾ കൈക്കൂലി വാങ്ങിയവരാണ്. ഒരു പൈസ വാങ്ങാത്ത പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. പിന്നെ ഞാൻ പദ്ധതി പറഞ്ഞത് BOT ആര് കൊണ്ടുവന്നതാ? BOT ആര് കൊണ്ടുവന്നതാ? ഇവിടെ NH എങ്ങനെ റോഡ് എടുക്കുന്നത്? റോഡ് സ്വകാര്യ മുതലാളിമാർ ഉണ്ടാക്കിയിട്ട് കൈമാറുകയല്ലേ? ഇതെല്ലാം കൊണ്ടുവന്നത് BJP ആണ്, കോൺഗ്രസ് ആണ്. ഇത് നടപ്പാക്കുക അല്ലാതെ ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിൽ എത്ര കാലമായി NH ഇല്ലാത്ത? എന്നിട്ടില്ലാത്തത് കേന്ദ്രത്തിന് നിലപാട് അംഗീകരിക്കാൻ നേരത്തെയുള്ള ഗവൺമെൻറ് തയ്യാറായില്ല. പക്ഷേ അതുകൊണ്ട് റോഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ പ്രസക്തമായ ചോദ്യം മറുപടി അറിയാം. KSEBയുടെ നിലപാട് എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? KSEB എന്ന് പറയുന്നൊരു കമ്പനിയാണ്, ഒരു ബോർഡാണ്. അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നിലപാടുകളുണ്ടാവും. ഞാൻ ഒരു ഉദാഹരണം പറയാം. കേരളത്തിലെ പൊതുമേഖലാ സ്പിന്നിംഗ് മില്ലുകൾ 140 കോടി KSEB ഒരു കമ്പനിയാണ്. അവർക്ക് ലാഭം ഉണ്ടാക്കണമെന്ന നിർബന്ധം ഉണ്ടാകും. ഈ കാർബറേണ്ടം കമ്പനിയല്ല, അവർക്ക് ലാഭം ഉണ്ടാക്കണം നിർബന്ധമില്ല. KSEBയേക്കാൾ വിശ്വാസം കാർബറേണ്ടത്തെയാണ്. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ പറയുന്നതിന് മുമ്പേ നിങ്ങളുടെ വായിൽ കയറി പറയല്ല. ഞാൻ പറയുന്നത് KSEB പറയുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന് അംഗീകരിക്കാൻ ചിലപ്പോൾ കഴിയില്ല. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ പൊതുമേഖലാ സ്പിന്നിംഗ് മില്ലുകൾ 140 കോടി രൂപ KSEB കൊടുക്കാനുണ്ട്. KSEB ചെയർമാൻ അതുപോലെ തന്നെ കമ്മീഷൻ എല്ലാവരും ഇത് കൊടുക്കണം. എന്തായാലും നമുക്ക് നോട്ടീസ് അയക്കുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ട് എഴുതിത്തള്ളെന്ന് കേരള ഗവൺമെൻറ് തീരുമാനിച്ച് 2023 ഒക്ടോബർ മാസം വരെയുള്ള ഈ 140 കോടി എഴുതിത്തള്ളാൻ തീരുമാനിച്ചു. KSEBയുടെ എല്ലാ എതിർപ്പുകളും മറികടന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ പൊതു താല്പര്യമാണ് കേരള ഗവൺമെൻറ് പരിശോധിക്കുക. KSEB പറയുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിക്കാൻ വേണ്ടി കഴിഞ്ഞൊന്നും വരില്ല. ഇവിടെ കേരളത്തിന്റെ പൊതു താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന വസ്തുതയാണ്. നിങ്ങളിപ്പോ ഇത് KSEBയുടെ ഉടമസ്ഥതയിലാണെന്ന് ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞല്ലോ. കൈമാറുകയല്ല, കരാർ തന്നെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് ഓൺഡ് ബൈ KSEB, അല്ലാതെ ഈ കാർബറേണ്ടല്ല ഇത് ഓൺ ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 2 കരാർ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കരാർ ആരോ ഒപ്പിട്ടിരിക്കുന്നത്? കോൺഗ്രസിന്റെ ഗവൺമെന്റ് അല്ലേ? അതിനകത്ത് ഈ പറയുന്ന 30 കൊല്ലം കഴിഞ്ഞ് നീട്ടി കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ മേലെയാ 90 മാത്രമേ ഈ നയം കേരളത്തിൽ വരുന്നുള്ളൂ. 91 കരാർ, 94 രണ്ടാമത്തെ കരാർ. ആ കരാറിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അത് അഴിമതിയല്ലേ? ഞങ്ങൾ പറയുന്നു അത് അഴിമതിയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? ഇവിടെ കേരളത്തിൽ നടക്കുന്ന എല്ലാ ഞങ്ങളിപ്പോ വിഴിഞ്ഞത്തിന് കാര്യങ്ങൾ ഉന്നയിച്ചല്ലോ. ഞങ്ങള് ബന്ദ് നടത്തി, ഒരുപാട് സമരം നടത്തി. ഇത് ജനങ്ങളോട് തുറന്നു പറഞ്ഞു. ശരി, എന്താ ക്ലാരിറ്റി വരുത്തേണ്ടത്? അല്ല കരാറ് നീട്ടിക്കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതൊന്ന് കരാർ നീട്ടിക്കൊടുക്കണമെന്ന്. അല്ല, മണിയാറിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മണിയാറിൽ കരാർ നീട്ടിക്കൊടുക്കണം എന്ന് എവിടെ പറയുന്നു? മണിയാറിന്റെ കരാർ അല്ല അങ്ങനെയല്ല. ശ്രീമതി ദീപ്തി മേരി വർഗീസ് തെറ്റിദ്ധരിച്ചതാണ്. അങ്ങനെയുള്ളത് അതിലൊന്ന് UDF സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ചതാണ്. അതിൽ കരാർ നീട്ടിക്കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. മണിയാറിലില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ 2 കരാറേ ഈ പറയുന്ന ക്യാപ്റ്റീവ് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. ക്യാപ്റ്റീവ് എനർജി സംബന്ധിച്ച് 2 കരാറേ ഉള്ളൂ. ഒരു കരാർ ഉൾപ്പെടുന്നത് നായനാർ ഗവൺമെന്റിന്റെ കാലത്താണ്, ഒരു കരാർ ഉൾപ്പെടുന്നത് UDF ഗവൺമെന്റിന്റെ കാലത്താണ്. ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുടെ നേതാവായിട്ടുള്ള പാർട്ടിയുടെ കാലത്താണ്. അത് രണ്ടാമത്തെ കരാറിൽ നീട്ടിക്കൊടുക്കണം എന്നുള്ള വ്യവസ്ഥയുണ്ട്. 90 മാത്രമേ ഈ നയം കേരളത്തിൽ ആദ്യമായിട്ട് അംഗീകരിക്കുന്നുള്ളൂ. ഈ സ്വകാര്യ കമ്പനികൾക്ക് സ്വതന്ത്രമായിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കാം. ഈ നയപരമായി തീരുമാനം എടുക്കുന്നത് നായനാർ ഗവൺമെന്റാണ്. 90-ലാണ്. 91 കരാറ്. ആ കരാറിനകത്ത് ഈ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ അഭിപ്രായം ഇത് കൊടുക്കണമെന്നാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് കേരളത്തിലെ വ്യവസായ വികസനത്തിനും കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും അത്യന്താപേക്ഷിതമാണ്. കേരളത്തിലെ KSEBക്കാവട്ടെ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. ഈ പറയുന്ന മുരുകപ്പ ഗ്രൂപ്പ് നോക്കൂ, ഈ പറയുന്ന മുരുകപ്പ ഗ്രൂപ്പോ കാർബറാണ്ടം കമ്പനിയോ അല്ല കേരളത്തിന്റെ തൊഴിൽ
രംഗത്ത് ഏറ്റവും അധികം ആളുകൾക്ക് ജോലി കൊടുക്കുന്നത്. അതിലേറെ തൊഴിൽ ദാതാക്കളായിട്ടുള്ള പല വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. ഇവരെല്ലാവരും നാളെ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈഡൽ പ്രോജക്റ്റുകളുടെ ഈ പറയുന്ന വൈദ്യുതി ഉൽപ്പാദനം അങ്ങനെ തന്നെ വീതം വെച്ച് കൊടുക്കുമോ? അല്ല, ഇത് ഞാൻ പ്രകാശ് മാസ്റ്ററോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇതിപ്പോ സർക്കാർ ഏറ്റെടുത്താൽ 10 വർഷത്തേക്ക് 140 കോടി രൂപയുടെ പ്രയോജനം നമ്മൾക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ പ്രകാശ് മാസ്റ്ററിന് എതിരഭിപ്രായം ഉണ്ടോ? സർക്കാർ ഏറ്റെടുത്താൽ ആ ലാഭം ലഭിക്കാൻ പോകുന്നത് ഈ സർക്കാരിനാണ്, ഉപഭോക്താക്കൾക്കാണ്, KCBക്കാണ് എന്നുള്ള കാര്യത്തിൽ എതിരഭിപ്രായം ഉണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ താങ്കൾ പറയുന്നത് ഈ ലാഭം വേണ്ടത് സർക്കാരിനല്ല, പകരം ഈ സ്വകാര്യ കമ്പനിക്കാണ് എന്നാണ് താങ്കൾ പറയുന്നത്. അല്ലെന്നേ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. മറ്റൊരു കാര്യം, ഈ കമ്പനി കരാർ ലംഘനം നടത്തി എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? 2 ചോദ്യമാണ്. കരാർ ലംഘനം നടത്തിയെന്ന് താങ്കൾക്ക് അഭിപ്രായം ഉണ്ടോ? പ്രകാശ് മാസ്റ്റർ ഇല്ല. ഞാൻ പറഞ്ഞിട്ട് തുടർന്നോ? ഇല്ല എന്നാണ് അഭിപ്രായം. താങ്കൾ 21,000 വായിക്കുന്നത് കേട്ടോ? ആ രണ്ട് കാര്യം നിങ്ങൾ ചോദിച്ച 2 കാര്യം മാത്രം ഞാൻ പറയാം. 21,000 കോടിയാണ് KCBയുടെ ഒരു കൊല്ലത്തെ ചെലവ്. ഞാൻ പറയാം, KCB 21,000 കോടി ഉറുപ്പികയാണ് ഒരു കൊല്ലം KCBയുടെ ചെലവ്. 140 കോടി ഉറുപ്പിക ഇതിൽ നിന്ന് കിട്ടുമ്പോൾ ശരിയല്ല. നിങ്ങൾ ഈ പറയുന്ന എനർജി ക്യാപ്റ്റീവ് പ്രൊജക്റ്റിന്റെ കാലാവധി എത്രയാ? അതിന്റെ റിട്ടേൺസ് കാലാവധി എത്രയാ? 30 കൊല്ലാണ്. 30 കൊല്ലാണ്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം. ക്യാപ്റ്റീവ് എനർജി പ്രോജക്റ്റ് ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലെല്ലാം ഉണ്ടല്ലോ. ഒരു ക്യാപ്റ്റീവ് എനർജി പ്രോജക്റ്റിന് പരമാവധി നിൽക്കാൻ വേണ്ടി കഴിയുന്ന കാലം 30 കൊല്ലാണ്. പിന്നെ വരുന്ന 10 കൊല്ലക്കാലം കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്ന് പറഞ്ഞ എന്താ അർത്ഥമുള്ളത്? ഞാൻ 2 കാര്യം പറഞ്ഞു. ഇവിടെ 30,000 കണക്കാൻ പറഞ്ഞല്ലോ. കേരളത്തിൽ 30,000 ദശലക്ഷം വൈദ്യുതി യൂണിറ്റ് ആവശ്യമുള്ള സ്ഥലത്ത് ഇത് കൊടുക്കുന്നത് 30 യൂണിറ്റാണ്, 30 ദശലക്ഷം യൂണിറ്റാണ് എന്ന് പറഞ്ഞാൽ 0.09%. 21,000 കോടിയുടെ ചെലവ് മുഴുവൻ വൈദ്യുതി ആവശ്യം നിറവേറ്റുന്ന പ്രോജക്റ്റിൽ നിന്നും ഇവിടെ ആരും പറഞ്ഞില്ല. താരിഫ് വർധനയിലടക്കം ഇപ്പോൾ വന്നിരിക്കുന്ന താരിഫ് വർധനയെങ്കിലും ഒഴിവാക്കാൻ പാകത്തിൽ എങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിൽ ഇനി പോകട്ടെ, നയാ പൈസ കിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോഴെന്താ നോക്കൂ, ഈ പ്രോജക്റ്റ് അതിനുവേണ്ടി വിനിയോഗിക്കുന്ന നമ്മുടെ പൊതുസമ്പത്ത് ഇതൊക്കെ നമ്മളിൽ നിക്ഷിപ്തമാകേണ്ടതാണെന്നേ. അതല്ലാതെ ഈ പറയുന്ന ഇനി ഉള്ള കാലം നമ്മൾ പറയുന്നുണ്ടല്ലോ, മുല്ലപ്പെരിയാർ 999 വർഷക്കാലം കരാർ എഴുതി വെച്ചിട്ട് നമ്മൾ വിമർശിക്കുന്നില്ലേ? അതുപോലെ ഉള്ള കാലം മുഴുവൻ ഇവർ അനുഭവിച്ചോട്ടെ എന്ന് വെക്കാൻ ഇത് സമൂഹത്തിന്റെ പൊതുസമ്പത്താണ്, നമ്മുടെ ആരുടെയും പറയുന്ന പ്രപിതാക്കന്മാർ കണ്ടെത്തിയൊന്നല്ല. അല്ല, മധു, നമ്മളിൽ നിക്ഷിപ്തമായാൽ കേരളത്തിലെ ഒരു 1,500 ആൾക്ക് പണി കിട്ടില്ല, ഒരുപാട് സ്ഥാപനങ്ങൾ വരില്ല. പകരം നമുക്ക് ഈ പറയുന്ന 30 ലക്ഷം വൈദ്യുതി കിട്ടും. 1,500 പേരുടെ തൊഴിൽ, 1,500 പേരുടെ തൊഴിൽ, ഒരാളുടെ തൊഴിൽ പ്രധാനമാണ്. ഒരാളുടെ തൊഴിൽ പ്രധാനമാണ്. തൊഴിൽ പറയുന്ന കുത്തക കമ്പനികൾ കൊടുക്കണമെങ്കിൽ നമ്മുടെ പൊതുസമ്പത്ത് അങ്ങോട്ട് വെച്ച് മുഴുവൻ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുക്കാൻ കഴിയില്ല എന്നേ ഉള്ളൂ. അതിനൊരു കാലവും ഒരു പരിധിയും ഒക്കെ വേണം എന്നേ പറഞ്ഞുള്ളൂ. ശരി, ഈ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കേണ്ട എന്തായാലും സംസ്ഥാന സർക്കാരാണ്. പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വളരെ നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.